പോലെ പൊത്ത. അതുകൊണ്ടാണ് ഉരക്കുഴി ഇവിടുത്തെ പേര് വരാൻ കാരണം. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വെച്ച് നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടിയല്ല ആദ്യം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാട പൊത്തിക്കൂടിയെല്ലാം പോയിട്ട് ഇത് പല പല ഭാഗത്താണ് പൊത്തുന്നത്. അതിന് ഉദാഹരണം മാത്രമാണ് ആ വടവിൻ്റെ അവിടെ കൊണ്ട് അങ്ങ് താഴെ ഇടത്തുനിന്ന് വലത്തോട്ടെല്ലാം പതുപോലെ ഒഴുകുന്നുണ്ട്. പാറയുടെ മുകളിൽ കൂടെ ആദ്യം വെള്ളം ഒഴുകി പോകുന്നില്ല. അതുകൊണ്ടാണ് പോയാൾ പോയി കൂടെ കാണാൻ വന്നിയ ആൾ തിരിച്ചു പൊക്കൂടെ കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടിട്ടില്ല. പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഖാബ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്ന കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അങ്ങോട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞ് നിൽക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെയാണ് കക്കയും ഉരക്കുഴി വെള്ളത്തോളം പുറലോകം അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഇപ്പോൾ ഒഴുകിപ്പോന്ന് എങ്ങോട്ടെന്ന് വെച്ചാൽ താഴെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, കരിയാത്തുംപാറ തോണിക്കടവ്. ആ തോണിക്കടവിലേക്ക് ഒഴുകിപ്പോന്ന വെള്ളം ഇത്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചില്ല. എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് എത്താനും കൂടെ. വേറെ വഴിയൊന്നുമില്ല. ഈ പാലം ഉണ്ടായിരുന്ന നമുക്ക് ആ പാലത്തെ കയറിയാൽ ഇതിൻ്റെ യഥാർത്ഥ കുഴി കാണാറുണ്ട്. പക്ഷേ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. കാട്ടിലെ വെള്ളങ്ങൾ കൂടി പാലം മൂടി ഒന്ന് വെള്ളം ചാടിയ 3 ദിവസം. പിന്നെയാണ് കമ്പികളിലിട്ട്. വേറെ പ്രത്യേകം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാള പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായി തടിച്ച് ഈ തള്ളിയിരിക്കുന്ന പാറ. ഇരുട്ടായിട്ട് വിനോദസഞ്ചാരികളെ 5 മണി മാത്രം നിർത്തുള്ളൂ. അപ്പക്കുട്ടം വള്ളിക്കുന്നിൻ്റെ ലേഖനത്തിൽ രാജൻ്റെ ബോഡി പഞ്ചസാര ഇട്ട് കത്തിച്ച പാറ കാണിക്കുന്ന ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ഇതെല്ലാം കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ.